എടാ നിക്ക്. അയ്യോ രക്ഷിക്കൂ. കിറ്റ്കാറ്റ് എവിടെ ഉണ്ട്? അയ്യോ 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 ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ബ്രോ അവരെ ഓടാൻ സമ്മതിക്കല്ലേ? അയ്യോ അയ്യോ രക്ഷിക്കണേ. ഇതാ നിങ്ങളുടെ ഓർഡർ. സുഹൃത്തുക്കളോടൊപ്പം ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോ സുഹൃത്തുക്കൾക്കും സന്തോഷമാണ്. അത് പാർട്ടി 5 സ്റ്റാറിൽ നടക്കുമ്പോ മനസ്സിന് കൂടുതൽ സന്തോഷമാണ്. എനി ഡൗട്ട്? തോത്താറാം, നീ ഇന്ന് പുതിയ ജിം തുടങ്ങിയതല്ലേ? നോക്കിക്കോ, അതിൽ ഒരുപാട് പേര് വന്ന് ജോയിൻ ചെയ്യും. പേഴ്സണൽ ട്രെയിനിങ്ങിന് നിന്നെ വിളിക്കും, ഒരുപാട് പൈസ തരും. അങ്ങനെ നീ ഒരുപാട് ജിമ്മുകൾ തുറന്നുകൊണ്ടേയിരിക്കും. മതി ബ്രോ, താങ്ക് യു വെരി മച്ച്. നീ എന്നെ ഒരുപാട് പ്രശംസിക്കുന്നു. അതെ സുഹൃത്തേ, നീ ഒരുപാട് ജിമ്മ് തുറക്കണം, ഇങ്ങനെ പാർട്ടി തന്നോണ്ടിരിക്കണം. തിരിച്ച് സന്തോഷമായിരിക്കേണ്ട സമയത്ത് ഇങ്ങനെ ആർത്തി പിടിച്ച് വാരി കേറ്റല്ലേ. സന്തോഷത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. അയ്യോ ഈ സൂപ്പ് ചീത്തയായി പോയല്ലോ. വന്ന് വന്ന് ഞണ്ട് വരെ കളിയാക്കാൻ തുടങ്ങിയോ? ഞണ്ടായാൽ എന്താ, ഞാൻ നല്ല ഭക്ഷണം കഴിച്ചൂടെ? അതുകൊണ്ടെന്താ വേറെ ഒന്ന് ഓർഡർ ചെയ്താ മതി. എടോ 2x2, ഈ സൂപ്പ് ഒട്ടും കൊള്ളത്തില്ല, വേറെ ഒന്ന് കൊണ്ടുപോവാ. ആരാ ഇത് പറയുന്നേ? ഇത് ചെറിയ പ്രശ്നമല്ലേ? നോക്കേ, ഇത് ചെറിയ പ്രശ്നമില്ല, വലിയ പ്രശ്നം തന്നെയാ. നോക്കിയേ, നിങ്ങൾക്ക് സൂപ്പിൽ എന്താ പ്രശ്നം? ഈ സൂപ്പിൽ എന്തിനാ എണ്ണ ഒഴിച്ചത്? ഞാൻ ചോദിച്ചത് സൂപ്പിൽ എന്താ പ്രശ്നമെന്നാ. എടാ തൊപ്പിക്കാരാ, ഇത് ചീത്തയായെന്ന്. ഇത് പെർഫെക്റ്റ് സൂപ്പാ, പേരിനേറ്റ പോലെ പെർഫെക്റ്റ് ആണ്. പേര് പോലെ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, വളരെ ഇംപെർഫെക്റ്റ് ആയിട്ടാണുള്ളത്. സാറേ, നിങ്ങൾ ഈ കാര്യം വിട്ടേക്കോ, എന്നിട്ട് ഒരു പുതിയ സൂപ്പ് തരൂ. ഈ സൂപ്പ് നന്നാ തന്നെയാ ഇരിക്കുന്നേ. നിങ്ങൾ ഇത് തന്നെ കുടിച്ചോ. വെള്ള ഷർട്ട് വൈറ്റ് കോളർ ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലേ? സോറി സാർ, പക്ഷെ നിങ്ങളാണ് എന്നെ ഇൻസൾട്ട് ചെയ്തത്. ഇന്ന് വരെ ഞങ്ങൾ ഇവിടുന്ന് ആർക്കും ചീത്തയായ ഭക്ഷണം കൊടുത്തിട്ടില്ല. ഇത് ഹർനാം എന്ന പേരിന്റെ പ്രശ്നമാ. അതിന് ഈ ഹർനാം ആരാ? ഞാനാ ഹർനാം. എന്നെ പോലെ ഭക്ഷണം ഉണ്ടാക്കാൻ ഇവിടെ ആർക്കും പറ്റത്തില്ല. ഞാനാണ് ബെസ്റ്റ്. പക്ഷെ ആ സൂപ്പിന്റെ ടേസ്റ്റ് ഒട്ടും കൊള്ളത്തില്ലല്ലോ. അയ്യോ ഹർനാം, ഹലോ മിസ്റ്റർ സീനാം, വാട്ട് വിൽ യു ഹാവ്? എന്റെ ഫേവറേറ്റ് ക്രാബ് സ്റ്റഫ് കേക്ക് നീ തന്നെ ചെയ്യണം. സർട്ടൻലി സാർ. ഐ നോ, ഹർനാമിന്റെ പേര് ചീത്തയാവാൻ പാടില്ലല്ലോ. എടാ തൊപ്പിക്കാരാ, മര്യാദക്ക് സൂപ്പ് അയച്ചു വിടറാ, അല്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ച് സൂപ്പാക്കും. എടാ പ്ലേറ്റ് ബാക്കി വെക്ക്, പ്ലേറ്റ് കഴിക്കാൻ പാടില്ല. എടാ ഒരു ക്രാബ് എടുക്ക്. സാർ ഞണ്ടില്ല സാർ. എന്താ പറയുന്നേ മിസ്റ്റർ സിൻഹ? എന്റെ കൈ കൊണ്ട് കഴിക്കാൻ വേണ്ടിയാ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഹരിനാം എന്ന പേരാണ് മുഖ്യം. വേഗം മാർക്കറ്റിൽ പോയി ഞണ്ട് മേടിച്ചിട്ട് വാ. സാർ ഇന്ന് മീൻകാരി സ്ട്രൈക്ക് അല്ലേ സാർ? അപ്പൊ നീ കടലിൽ പോയി പിടിച്ചോണ്ട് വാ. സാർ എനിക്ക് ഞണ്ടിനെ ഒന്നും പിടിക്കാൻ അറിയില്ല, അത് കടിക്കില്ലേ സാർ? ഞാൻ മിസ്റ്റർ സിൻഹയ്ക്ക് ഞണ്ട് കൊടുത്തു തന്നെ ആവണം, മനസ്സിലായോ? പക്ഷെ ഞണ്ട് എവിടാ ഉള്ളേ? ഓക്കെ. ആ ഞണ്ട് എന്നെ എന്തുമാത്രം ഇൻസൾട്ട് ചെയ്തതാ. അതിനെ എങ്ങനെയെങ്കിലും പിടിച്ചോണ്ട് വന്ന് അതിനെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കണം. സാർ, യുവർ സൂപ്പ് ഈസ് റെഡി. സൂപ്പ് റെഡിയായ വേഗം കൊണ്ടുവാ, എനിക്ക് ഭയങ്കരമായി വിശക്കുന്നു. ഒരു തവണ സാറ് കിച്ചണിലേക്ക് വന്ന് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. സൂപ്പിലെ പ്രശ്നം ഉണ്ടെങ്കിൽ സൂപ്പ് ശരിയാക്കി താ. അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുവോ? അങ്ങോട്ടേക്ക് വന്നാ സൂപ്പ് നന്നാക്കി തരാന്നല്ലേ പറയുന്നത്. എന്റെ കൂടെ ഒന്ന് വരൂ സാർ. എടോ ഞണ്ട്, എന്തിനാ എങ്ങനെ ചൂടാകുന്നത്? വിളിച്ചെങ്കിൽ അകത്തോട്ട് പോകും. വൈറ്റ് കോളർ മറക്കണ്ട. വാ പോയി സൂപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
എക്സ്ക്യൂസ് മീ, യെസ് സർ. ഞാൻ ഷെഫിന്റെ അടുത്ത് ക്രാബ് സ്റ്റഫ് കേക്ക് ചോദിച്ചിരുന്നു. യെസ് സർ, ഞണ്ട് അവൈലബിൾ അല്ലല്ലോ. ഇപ്പോഴാണ് ഷെഫ് ഓർഡർ ചെയ്തത്. നണ്ടേ ദാ കിറ്റ്കാറ്റ്. എടാ ഒരുപക്ഷെ നമ്മുടെ ഞണ്ട് കിറ്റ്കാറ്റിനെ കുറിച്ചാണ് അവര് സംസാരിക്കുന്നത്. ആ ഞണ്ട് നമ്മുടെ കിറ്റ്കിറ്റ് ആണ്. എനിക്ക് എന്താ തോന്നുന്നതെന്നാൽ അകത്ത് പോയ കിറ്റ്കിറ്റ് ഇനി പുറത്തു വരാൻ പോണില്ലെന്നാണ്. ഞാൻ വിചാരിച്ചത് ശരിയാ. വരൂ നമുക്ക് എല്ലാവർക്കും ചെന്ന് കിറ്റ്കാറ്റിനെ അന്വേഷിക്കാം. എന്റെ സൂപ്പ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് കളിയാക്കിയതല്ലേ? സീന സാറിന്റെ വയറ്റിനകത്ത് പോയിരുന്ന് കംപ്ലൈന്റ് ചെയ്യേ. ഇത് നോക്കിയേ, നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ. അയ്യോ, ഞാൻ നിന്റെ കസ്റ്റമറാ. അദ്ദേഹം റെഗുലർ കസ്റ്റമറാ. അദ്ദേഹത്തിന് സ്റ്റഫ്ഡ് ക്രാബ് വേണോന്ന്. പുള്ളിക്കാരൻ എന്റെ ഫാൻ കൂടെയാ. ഓ, എവിടെ പോയി? അയ്യോ എടാ നിക്ക്. അയ്യോ രക്ഷിക്കോ. കിറ്റ്കാറ്റ് എവിടെ ഉണ്ട്? അയ്യോ, അയ്യോ അയ്യോ, ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു? അതിനെ തിരിച്ചതാ എന്റെ മാനത്തിന്റെ പ്രശ്നമാ. ഇത് കിറ്റ്കിറ്റിന്റെ ജീവന്റെ പ്രശ്നമാണ്. മാനം ജീവനെക്കാളും ഒന്നും വലുതല്ല. എനി ഡൗട്ട്? ബോയ്സ്, ആ ക്രാബിനെ പിടിച്ച് മേടിക്ക്. ബ്രോ, അവരെ ഓടാൻ സമ്മതിക്കല്ലേ? അയ്യോ, അയ്യോ രക്ഷിക്കണേ. ആ ഷെഫിന് മുമ്പ് നീ തന്നെ എന്നെ ആ പാനിലേക്ക് എറിഞ്ഞ് കൊന്നു കളയാന്നാ തോന്നുന്നേ. സോറി. സൂക്ഷിച്ച്, അവൻ എന്റെ സുഹൃത്താണ്. അയ്യോ, What a catch, sir. എന്റെ ക്യാച്ച് ആരെ കൊണ്ടും മാച്ച് ചെയ്യാൻ പറ്റില്ല. മാച്ച് അല്ലെങ്കിൽ പിന്നെ എന്തിനാ ക്യാച്ച് എടുത്തേ? രക്ഷപ്പെട്ടോ? ഇപ്പൊ നീ പെട്ടല്ലോ. അവനകത്ത് വീഴുന്നോ? പോയി ഓൺ ചെയ്യ. അയ്യോ വേഗം തുറക്ക്, ഞാൻ ചത്തുപോകും. വേഗം തുറക്ക്. അയ്യോ തുറക്ക് തുറക്ക്. അയ്യോ രക്ഷിക്കണേ. അയ്യോ രക്ഷപ്പെട്ടോ. താങ്ക് യു ബ്രോ. നോക്ക്, നിന്നെ വെച്ച് പാചകം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ വറുക്കാൻ പോകുമ്പോ ഇത്ര ടെൻഷൻ ആവുന്നില്ലേ? നീ ഞങ്ങളെ ഇട്ട് വറുക്കുമ്പോ ഞങ്ങളുടെ അവസ്ഥ എന്താണ്? ചേട്ടാ, അവൻ എന്നെ ശരിക്കും വറക്കാനല്ലേ പോയത്. ഇങ്ങോട്ട് താടാ. അയ്യോ അയ്യോ എന്നെ രക്ഷിക്കണേ. അയ്യോ, ഒന്ന് കളയണം നിന്നെ. അടുത്തവർക്ക് കഷ്ടം കൊടുക്കുകയാണെങ്കിലേ അവർക്ക് തന്നെ കഷ്ടങ്ങൾ വന്നു ചേരും. എനി ഡൗട്ട്? അയ്യോ ഹലോ
എന്താ നടക്കുന്നത് ഇവിടെ? നിങ്ങളുടെ ഈ ചെഫ് ഉണ്ടല്ലോ ഞങ്ങളുടെ ഫ്രണ്ടിനെ ഡിഷ് ആക്കി മാറ്റി കസ്റ്റമർക്ക് സപ്ലൈ ചെയ്യാൻ നോക്കി. എന്ത്? ഒന്ന് ആലോചിച്ചോക്ക്, ഇന്ന് കസ്റ്റമർ ക്രാബ് ചോദിച്ചു, നാളെ റാബിറ്റ് ചോദിക്കും, പിന്നെ മറ്റൊരു ദിവസം നിന്നെ മട്ടൻ കീമയായിട്ട് ചോദിക്കും. കണ്ടില്ലേ, ആലോചിക്കുമ്പോ തന്നെ എന്തൊരു പേടിയാവാ. അപ്പൊ നേരിട്ടാണ് എന്ത് പേടിയായിരിക്കും അല്ലേ? മിസ്റ്റർ സേന എന്റെ ഫാനാണ്. നിങ്ങളുടെ ഫാനിന് വേണ്ടി ഞങ്ങളുടെ ഫ്രണ്ട് കിറ്റ്കിറ്റിനെ കൊല്ലാമെന്നാണോ? എവിടെയാ അതിനെ പാചകം ചെയ്യാൻ വിട്ടത്? എന്ത് പാചകം ചെയ്യാൻ ഞാൻ എന്താ ആമയോ? നിന്നെ ആരെങ്കിലും ആമെന്ന് പറഞ്ഞു പൂച്ചേ? നീ കഴുതയാണല്ലോ. എനി ഡൗട്ട്? കഴുതെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഓക്കെ വീട്. ഞാൻ സേന സാറിന് ക്രാബ് കൊടുത്തു തന്നെ ആവണം, അല്ലെങ്കിൽ ഹർനാം എന്നുള്ള പേരിന് പ്രശ്നമാ. Shut up! നിന്റെ പേരിൽ ഒരുപാട് കംപ്ലൈന്റ് വന്നു. You are fired. അയ്യോ, എന്നെ പണി നീക്കം ചെയ്യല്ലേ. ഹർനാം എന്ന് പറഞ്ഞ പേരിന് വേറെ ഒരിടത്തും വാല്യൂ ഇല്ല, വേറെ പണിയും എനിക്ക് കിട്ടില്ല. ഒരു തവണയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നിന്നെ കാരണം ഒരുപാട് തവണ എന്റെ റെസ്റ്റോറന്റിന്റെ പേര് ചീത്തയാവുന്നു. കസ്റ്റമേഴ്സ് ഒക്കെ വരാൻ തന്നെ പേടിക്കുന്നു. അയ്യോ, എന്നെ ക്ഷമിക്കണം സാർ. You are fired. ഞാൻ നിങ്ങളെ വെറുതെ വിടത്തില്ല. നിങ്ങളെപ്പോലെ ഒരുപാട് പേര് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കിറ്റ്കിറ്റ് എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പൊട്ടറ്റോടെയും വെജീസിന്റെയും കൂടെ നിന്നെ സെർവ് ചെയ്തേനെ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരിക്കലും ഷെഫിന്റെ അടുത്ത് അവരുടെ സൂപ്പ് കൊള്ളത്തില്ലെന്ന് പറയരുത്. അവര് വളരെ ഹേർട്ടായി പോവാണ്.